ഗായ്സ്, ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്താലോ? മിനി ക്യൂട്ട് ബുക്ക് ഉണ്ടാക്കിയാലോ? എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? കമോൺ. അപ്പം ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ നമുക്കൊരു റഫ് ബുക്ക് വേണം. അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പഠിക്കുന്ന സ്കൂൾ റഫ് ബുക്കാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നോട്ട് ബുക്ക് A4 ഷീറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അത് നമുക്ക് 2 കഷ്ണമാക്കി കട്ട് ചെയ്യണം. അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ 2 കഷ്ണമാക്കി കട്ട് ചെയ്തിട്ട് അത് നമുക്ക് കുഞ്ഞു കുഞ്ഞാന്നോട്ട് കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. വൃത്തി വരണ്ടേ. ഇതിൻ്റെ മേലെ A4 ഷീറ്റ് എടുക്കുന്നത് കേട്ടോ. സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് അത് ഇനിയും കട്ട് ചെയ്യാന്ന് വെച്ചാൽ മടക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ മടക്കുന്നത് ഞാൻ കാണിച്ചു തരാൻ മറന്നതാണ്. അതിൽ നിന്ന് നമുക്ക് ആ പേജ് എടുക്കുക. എന്നിട്ട് പിന്നെ അങ്ങനെ സാധാരണ മടക്കില്ലേ, അതുപോലെ ഇങ്ങനെ മടക്കുക. എന്നിട്ട് കണ്ട് മടക്കി വയ്ക്കുക. അത് തന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? അത് മതി. അതെങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരേ സൈസ് വേണമെന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിരിക്കണം. കുറേ നേരം പിടിക്കും. അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം. പിന്നെ ഞാൻ സെൻറ്ററിൽ കട്ട് ചെയ്ത് വിചാരിച്ചു. പിന്നെ ബോധം വന്ന് സെൻറ്ററിൽ കട്ട് ചെയ്യേണ്ടതെന്ന്. കാരണം അത് നമുക്ക് മടക്കിയാൽ തന്നെ കിട്ടും. സെൻറ്ററിൽ കട്ട് ചെയ്ത് സ്റ്റാപ്ലർ ഒട്ടിച്ച് കുറേ നേരം പിടിക്കും. അതിന് സിമ്പിളായിട്ട് അങ്ങോട്ട് മടക്കി വെച്ചാൽ മതി. കണ്ടില്ലേ ഇതേപോലെ. അപ്പോൾ അതുപോലെ നമുക്ക് മടക്കിയൊരു സ്റ്റാപ്ലർ പിന്നെയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് സ്റ്റാപ്ലർ കാണാണ്ട് പോയത്. ഞാൻ അത് തപ്പിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പൗച്ചിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. ആ പൗച്ച് ഞാൻ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് പോലും ഞാൻ നോക്കിയില്ല കേട്ടോ. വലിയ തന്നെ ഉണ്ട് സംഭവം. അത് നമുക്കത് ഒട്ടിച്ചു. അത് ഞാൻ മുന്നേ കുറേ ഒട്ടിക്കും കേട്ടോ. കംപ്ലീറ്റ് ആണത്. പക്ഷെ ഇപ്പം ഞാൻ സ്റ്റാപ്ലർ ബോധം വന്നപ്പോൾ 2 അറ്റത്തായിട്ട് ഒട്ടിക്കണം. അതൊക്കെ മതി. ഇനിയിപ്പോൾ കൂടുതൽ സ്റ്റാപ്ലർ ഒന്നും ഒട്ടിക്കണ്ട. ഇനി അത് നമുക്ക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ബ്രഷ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ചുകൂടി തിക്കുള്ള ബ്രഷ് എടുക്കാണ്ടാവും കുറച്ച് നല്ലത്. അധികം തിക്കില്ലാത്തത് നൈസായത് എടുക്കാണ്ടാവും. കാരണം ഒരു വടി മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ബ്രൗൺ ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കണം. ബ്രൗൺ ഷെയ്ഡ്. ഇതിൻ്റെ പേരെന്താ? ബേൺഡ് സെനിയെ അങ്ങനെ എന്തൊരു പേരാണ്. അതിൻ്റെ പേര് നമ്മുടെ ഭാഷയിൽ ബ്രൗണ്. അത് മതി. അത് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യണം. ബാക്കി ഇനിയിപ്പോൾ അത് വെച്ച് പെയിൻറ്റ് ചെയ്യാം. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അത് മാത്രമല്ല കേട്ടോ. പക്ഷേ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ആ ബ്രൗണ് 2 അറ്റത്തായിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. അറ്റത്തായിട്ട് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് അത്ര മതി. പക്ഷേ എനിക്ക് അവിടെ എത്തിയില്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി കൊടുക്കണം. മറ്റേ സൈഡിലും ചെയ്യാം. മറ്റേ സൈഡിൽ താഴെ എൻ്റെ മേലെ ചെയ്തപ്പോഴാണ് പണി കിട്ടി. കൂടിപ്പോയി. എന്താ ചെയ്യുക? അങ്ങനെയൊക്കെയാണ് പെടി. അപ്പോൾ ചെയ്തപ്പോഴാണ് അവിടെ കൂടിപ്പോയത് കണ്ടത് ഞാൻ. എന്നിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ സ്പ്രെഡ് ചെയ്തു കേട്ടോ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് കാണിച്ചിട്ട് മറന്നു. ഇപ്പോൾ കാണിച്ചതില്ലേ? അത് സിമ്പിളാട്ടോ. സ്പ്രെഡ് ചെയ്താൽ മതി. അത് ഓവറാക്കൊന്നും വേണ്ട. ഫുള്ളാക്കരുത് കേട്ടോ. അത് 2 സൈഡിലും സ്പ്രെഡ് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് നമുക്ക് വൈറ്റാണ്. വൈറ്റ് പിന്നെ ഇവിടെ അധികം ഇല്ലാത്തതാണ്. ഭാഗത്തിന് അതിനെ കണ്ടിട്ട് അതിൻ്റെ അവസ്ഥനെ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലായിണ്ടാവും അത്രയും പോലെ വൈറ്റ് എടുത്തിട്ടുണ്ടെന്ന്. അത്ര എടുത്തിട്ടുണ്ട് ഞാൻ വൈറ്റ്. അത് എന്നിട്ട് അവിടെ 2 സൈഡിലും ഒട്ടിച്ചെടുക്കുക. മേൽഭാഗം കൂടിപ്പോയതുകൊണ്ടാണ് അങ്ങനെ കളർ കൂടുതൽ. 2 സൈഡിലും ബ്രൗൺ ചെയ്ത മാതിരി അങ്ങനെ ഡോട്ട് കൊടുക്കുക. അത്രയൊക്കെ മതി കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കുറച്ച് മതി. നേരത്തെ എടുത്താൽ കുറച്ച് മതി കേട്ടോ. അത് നമുക്ക് സ്പ്രെഡ് ചെയ്യണം. സ്പ്രെഡ് ചെയ്തപ്പോൾ എനിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയായി പോയിട്ടോ. കാരണം അത് ചെയ്തപ്പോൾ ഇങ്ങനെയായി. പിന്നെ വീഡിയോ ഞാൻ അറിയാതെ തലേന്ന് തിരിച്ച് വയ്ക്കുകയും ചെയ്തു. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടാൽ മതി. അത് എൻ്റെ മിസ്റ്റേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ആയിപ്പോയതാണ് എൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ നമുക്ക് വേണ്ടത് ബ്ലാക്ക് പെന്നാട്ടോ. ഫസ്റ്റ് ഞാൻ മാർക്കർ എടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. പിന്നെ ബ്ലാക്ക് പെന്നേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ബ്ലാക്ക് പെൻ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും തോട്ട് എഴുതാം. ഞാനിപ്പോൾ ഒരു സംഭവം എഴുതുന്നുണ്ട്. ആ സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയാൽ മതി. ബ്രൗൺ വൈറ്റ് യൂസ് ചെയ്യണം അവർ. നമുക്ക് എഴുതാം. ഞാൻ ഇവിടെ എഴുതിക്കണം ഒരു വിൻറ്റേജ് എന്ന് പറയുന്ന ഒരു കോട്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ആവാൻ കാരണം അതാണ് കുറച്ചുകൂടി ഭംഗി. അപ്പോൾ ഞാൻ അവിടെ സ്പ്രെഡാക്കിയതാണ്. ഇപ്പോൾ വിൻറ്റേജ് എന്നാണ് ഞാൻ കൊടുത്തത്. ബ്രൗണും വൈറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് ചെയ്തോട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടി വൃത്തി അതാവും. ഞാൻ അവിടെ കലപില പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ. അതൊക്കെ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ രാത്രി നൈറ്റ് കിടക്കാൻ നേരത്തെ ഞാൻ ഈ വീഡിയോ എടുക്കണം കേട്ടോ.
കുറേ നാളായി വീഡിയോ എടുത്തിട്ട്. പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുക ചോദിച്ചാൽ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. വേറെ വീഡിയോ ആയിട്ട് വരുന്നു.